ഹായ് ഗായ്സ്, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ സ്നാക്കായ പരിപ്പ് വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. പരിപ്പ് വടക്ക് രണ്ട് തരത്തിലുള്ള പരിപ്പാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്, കടലപ്പരിപ്പും പീസ് പരിപ്പും. ഞാനിവിടെ 2 കപ്പ് പീസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം ഒട്ടുമില്ലാതെ നമ്മൾ അരിച്ചെടുത്തു. അതിൽ നിന്നും 3 സ്പൂൺ പരിപ്പ് നമുക്ക് മാറ്റിവെക്കാം. ബാക്കി വരുന്ന പരിപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 3 ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് വേണ്ടവർക്ക് അതിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി ഇത് അരച്ചെടുക്കാം. പരിപ്പ് വടക്ക് ഒരിക്കലും നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ചതക്കിയെടുത്താൽ മതി. ഇനി അരച്ചു വെച്ച പരിപ്പിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇനി നേരത്തെ മാറ്റിവെച്ച പരിപ്പ് നമുക്കിതിൽ ചേർക്കാം. ഉപ്പ് ആവശ്യാനുസരണം ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. കടലമാവ് ഓപ്ഷണലാണ്. ഇനി വട നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഉരുള എടുത്ത് ഒരു കൈയിൻ്റെ ഉൾവശത്ത് വെച്ച് മറ്റേ കൈ കൊണ്ട് പ്രസ് ചെയ്യുക. ഇതുപോലെയാണ് ഷേപ്പാക്കുക. സെൻട്രൽ ഭാഗം കുറച്ച് കട്ടിയിലും സൈഡ് ഭാഗം അല്പം കനം കുറച്ചും രീതിയിലാണ്. ഇനി വട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി അല്പം വടയുടെ മിക്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് താഴ്ന്ന് പെട്ടെന്ന് തന്നെ പൊങ്ങുകയാണെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ എണ്ണയുടെ ചൂട് ഒരു മീഡിയം ലെവലിലാണ് വേണ്ടത്. എണ്ണയുടെ ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ വട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് കൂടുതലാണെങ്കിൽ വടയുടെ പുറം വശം വേവുകയും ഉൾവശം വേവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണയുടെ ചൂട് എപ്പോഴും ഒരു മീഡിയം ലെവലിലാണ് വേണ്ടത്. വടക്ക് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.